എല്ലാം കഴിഞ്ഞ് എന്നാ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയുണ്ട് 2 വർക്കും കൂടെ എന്ന് പറയുന്നു കേട്ടോ. എന്റെ കിളി പൊട്ടി ഞാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സാ ആണ് ആദ്യം കയറിയത്. സാ ചെയ്യുന്ന കണ്ടപ്പോ തന്നെ ഞാൻ പാതി ചത്ത അവസ്ഥയിലായിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഊഴായിരുന്നു. എന്റെ പൊന്നു തമ്പുരാനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിലവിളിച്ചോണ്ട് തന്നെയാട്ടോ ഞാൻ അത് കയറിയത് തന്നെ. എന്റെ നിലവിളി കേട്ടിട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ളവർ നോക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണോ പറ്റിയെന്നുള്ള രീതിക്ക് നിലവിളി ശബ്ദമൊക്കെ ഇട്ടിട്ട് ഒരു ആംബുലൻസ് വിളിച്ച് താഴെ നിർത്തിയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാറി കൂകി കുറച്ചേരം അവിടെ കിടന്ന് ഞാൻ മെല്ലെ നിരങ്ങി എഴുന്നേൽക്കുകയാണ് ചെയ്തത്. എഴുന്നേറ്റപ്പോ എന്റെ കാലം അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അടുത്തത് ആ കാഫിന്റെ എത്തി, അതും ഞാൻ ഉറക്ക കാറി കൂകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആര് കേട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാട്ടോ ഞാൻ കാറി കൂകിയത്. ഉണ്ണിക്കുട്ടനെ സാഹൊക്കെ പിന്നെ കുറെയൊക്കെ ക്ഷമിക്കും സഹിക്കും ഒക്കെ ചെയ്യും കേട്ടോ. നേരത്തെ കിടന്ന് ഞാൻ പെടഞ്ഞു കേട്ടോ. അത്രയും വേദനയായിരുന്നേ, സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലെഗ് ഡേ എന്ന് ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആളലൊക്കെ വരും കേട്ടോ. എന്താണെന്നറിയുന്നില്ല, സാക്കും അതേപോലെ തന്നെയാണ്. ഇന്ന് 3 പേരും കരഞ്ഞ് നിലവിളി ശബ്ദമൊക്കെ ഇട്ടിട്ടാട്ടോ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെ വീട്ടിലേക്ക് പോരൂന്ന് ഇപ്പോഴേ ആലോചനയായിരുന്നേ. മോളിൽ നിന്ന് താഴേക്ക് ഒരു പാള വെച്ച് ഊർന്നാലോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാ നടക്കുന്നുണ്ടോ ടിങ്ക് ടോക്കോ എന്ന് പറഞ്ഞിട്ടാണ് സാ നടന്നു പോകുന്നത്. ഉണ്ണിക്കുട്ടനാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആദ്യം കയറി നിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. ആരെ കൊണ്ടും പറ്റാത്തൊരവസ്ഥയാണ് ലെഗ് ഡേ എന്ന് പറയുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.